സമയം നമുക്ക് ക്ലിപ്തത പാലിക്കണമെന്ന് രാവിലെ സ്പീക്കർ പ്രത്യേകം പറഞ്ഞതാണ്. സർ, ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജൂൺ 19 തീയതി ഈ സഭയിൽ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിനെ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി പിന്തുണയ്ക്കുകയാണ്. 10 വർഷത്തെ LDF ഭരണം കൊണ്ട് കടം പെരുകി തകർന്നുപോയ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തിക്കൊണ്ടുവരുന്ന അഭിമാനകരമായ കാഴ്ചയാണ് സർ ഈ ബജറ്റിലൂടെ കേരളം കാണുന്നത്. ജനങ്ങൾ ഇത്തവണ ബജറ്റ് അവതരണം വളരെ ആവേശത്തോടു കൂടിയാണ് സർ വീക്ഷിച്ചത്. ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ ലോകകപ്പ് ഫുട്ബോൾ കാണാനിരിക്കുന്ന ആവേശത്തോടു കൂടിയാണ് സർ മലയാളി കേരളത്തിന്റെ ബജറ്റ് അവതരണം കണ്ടത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സമീപകാലത്തൊന്നും ഒരു തിരിച്ചുവരവില്ല എന്ന ചിന്തയിൽ നിന്നും അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു സർ. 600 കിലോമീറ്ററിലധികം കടൽ തീരമുള്ള നമ്മുടെ കേരളത്തിന്റെ 2 ഇന്റർനാഷണൽ തുറമുഖങ്ങളെയും 17 നോൺ മേജർ തുറമുഖങ്ങളെയും കോർത്തിണക്കി വികസനത്തിലേക്ക് നയിച്ചാൽ നമുക്കും സിംഗപ്പൂരിനെ പോലെ ദുബായിയെ പോലെ വളരാൻ സാധിക്കും സാർ. അതിന് പര്യാപ്തമായ കാഴ്ചപ്പാടാണ് സാർ മിഷൻ സമുദ്രയിലൂടെ മിഷൻ കേരള മാരിടൈം പോളിസിയിലൂടെയും ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് വ്യാജ പ്രചരണങ്ങൾക്കിടയിലും തെറ്റായ ആരോപണങ്ങൾക്കിടയിലും ദൃഢനിശ്ചയത്തോടുകൂടി വിഴിഞ്ഞം തുറമുഖം നമുക്ക് സംഭാവന ചെയ്ത, ഒരു കൃഷിയെ പോലെ ജീവിക്കുകയും ഒരു രാജാവിനെ പോലെ ഇവിടെ ഭരിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെ ഓർമ്മിക്കുകയാണ് സാർ. കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്ത് ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലിൽ പതിപ്പിച്ച സ്വർണ്ണപ്പാളി പോലും അടിച്ചു മാറ്റപ്പെട്ടതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തീരങ്ങളെ സംരക്ഷിക്കാൻ വാങ്ങിയ കല്ലുകൾ പോലും കവർന്നു പോയത് കേരളം കണ്ടതാണ് സാർ. ആരോഗ്യരംഗത്ത് നമ്മുടെ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴും നമ്മുടെ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഇപ്പോഴും പരാതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് സാർ. ഏതാനും സ്ഥാപനത്തിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് സിസ്റ്റത്തിന് മൊത്തമായി കായകൽപ്പ ചികിത്സ നിർദ്ദേശിച്ച ആരോഗ്യമന്ത്രിയുടെ ദീർഘവീക്ഷണത്തോടുള്ള നീക്കം ശ്ലാഘനീയമാണ് സാർ. ഇന്ന് കേരളത്തിന്റെ ജയിലുകൾ തിങ്ങി നിറയുകയാണ് സാർ. അത് കഴിഞ്ഞ ഗവൺമെന്റ് തടവുകാർക്ക് നൽകിയ കരുതലും പ്രോത്സാഹനം കണ്ടുവന്നവരല്ല സാർ. നാടിന്റെ തലച്ചോറ് കാർന്നു തിന്നിരിക്കുന്ന ലഹരി മാഫിയക്കെതിരെ ആഭ്യന്തര വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ നടപടിയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജയിലിലേക്ക് കടന്നു വന്നവരാണ് സാർ. ജൻസിയെയും യുവാക്കളെയും വനിതകളെയും വയോജനങ്ങളെയും ചേർത്തു പിടിച്ച ബജറ്റാണ് സാർ ഇത്. വനിതകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചപ്പോൾ എന്റെ അമ്മ ഉൾപ്പെടെ സ്ത്രീ സമൂഹം ഹാപ്പിയാണ് സാർ. കോഴിക്കോട് നിന്നും ഗുരുവായൂരേക്ക് 12 പ്രിയദർശിനി ബസ്സുകളാണ് ഇന്ന് സർവീസ് നടത്തുന്നത്. വയനാട്ടിലേക്ക് ഹോളിഡേ ആഘോഷിക്കാൻ പോകുന്ന വിമൻ ഓൺലി ട്രാവൽ ഗ്രൂപ്പിലുള്ള ആളുകളും ഇന്ന് വളരെ ഹാപ്പിയാണ് സാർ. ഈ പദ്ധതിയാണ് സാർ അപ്പുറത്തിരിക്കുന്ന ആളുകൾ ഓർഡിനറി സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ കേരളത്തിലെ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിക്കാൻ നടത്തിയിട്ടുള്ള തീരുമാനത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള മകൾക്കൊപ്പം പദ്ധതിക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ മേഖലയിൽ കൂടി ഒരു വാതിൽ ഈ ബജറ്റ് തുറന്നിട്ടിരിക്കുകയാണ് സാർ. ഈ തിരുവനന്തപുരത്ത് ഒരു സ്റ്റാർട്ടപ്പായ HEX-20 ആണ് സാർ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈവറ്റ് പേലോഡ് ഹോസ്റ്റിംഗ് സാറ്റലൈറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ബജറ്റ് മുന്നോട്ട് വെച്ച കേരളം MSME ഗ്രോത്ത് സ്കീം സംസ്ഥാനത്തെ വ്യവസായ വളർച്ചയ്ക്ക് വളരെ സഹായകരമാവും സാർ. പലപ്പോഴും കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചാൽ മലബാറിനെ മറന്നു പോവാറുണ്ട് സാർ. അവിടെയാണ് കോഴിക്കോട് മറന്നുപോയ ലൈറ്റ് മെട്രോയെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നത് സാർ. MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്കും അതുപോലെ തന്നെ മലബാർ ഫുട്ബോൾ സ്റ്റേഡിയം, വയനാടിന്റെ ട്രൈബൽ സർവകലാശാല ഉൾപ്പെടെ എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള പ്രത്യേക പരിഗണന ഉൾപ്പെടെ ഈ ബജറ്റ് മുന്നോട്ട് വെക്കുകയാണ് സാർ. അതുപോലെ അപ്പുറത്തിരിക്കുന്നവർ ഈ ബജറ്റ് അവതരിപ്പിച്ച ദിവസം മുതൽ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ദിശാബോധമുള്ള ഈ ബജറ്റിനെ എതിർക്കുകയാണ് സാർ. ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയും സ്വകാര്യവൽക്കരിക്കാതെ സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുമെന്ന് അർത്ഥശങ്കയില്ലാതെ പറഞ്ഞിട്ടും ഇത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ സഭയിൽ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ വികാരധീരനായിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടു. കഴിഞ്ഞ 10 വർഷക്കാലം അങ്ങയുടെ പോലീസ് അതിഭീകരമായിട്ടാണ് അന്നത്തെ പ്രതിപക്ഷ സമരങ്ങളെ നേരിട്ടിട്ടുള്ളത്. BJPയുടെ NRC CA നയങ്ങൾക്കെതിരെ സമരം നടത്തിയതിന് ബഹുമാന്യനായിട്ടുള്ള
ഇന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ഉൾപ്പെടെ, അതുപോലെ തന്നെ കൊയിലാണ്ടി MLA അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അന്ന് ജയിൽവാസം അനുഷ്ഠിച്ച ഏക വനിതാ പ്രാതിനിധ്യമായിക്കൊണ്ട് ഞാനും അവിടെ ഉണ്ടായിരുന്നു സാർ. ഇന്ന് ഈ സഭയിൽ ഇരിക്കുന്ന അഭിജിത്തും അതുപോലെ തന്നെ സൂരജും തോമസും ഒക്കെ ഉള്ളവർ അങ്ങയുടെ രക്ഷാപ്രവർത്തനത്തിന് ഇരയായ ആളുകളാണ് സാർ. സാർ, ഈ ബജറ്റിനെ പിന്തുണച്ച് സംസാരിക്കാനും ഈ സഭയുടെ ഭാഗമാകാനും എനിക്ക് അവസരം തന്ന എലത്തൂരിലെ ജനതയോടും എന്റെ പ്രസ്ഥാനത്തോടുമുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. നമുക്കെല്ലാവർക്കും അറിയാം, അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ വനവാസത്തിന് അയക്കുമെന്ന് പറഞ്ഞ അന്നത്തെ വനമന്ത്രിയെ വനവാസത്തിന് അയച്ച ജനതയാണ് സാർ എലത്തൂരിലുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, എലത്തൂരിലെ ടൂറിസമാണ് സാർ അവിടുത്തെ റവന്യൂവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത എന്നുള്ളത്. ഡ്രൈവ് ഇൻ ബീച്ചും അഴിമുഖവും ബാക്ക് വാട്ടർ ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള ഒളോപ്പാറയും കണ്ടൽ കാടുകളും തുരുത്തുകളും വയനാടൻ സഹ്യനെയും അറബിക്കടലിനെയും ഒരു പോയിന്റിൽ നിന്ന് 2 ദിശയിലായി കാണാൻ കഴിയുന്ന പൊക്കുന്നുമലയും ദശാവതാര ക്ഷേത്രങ്ങളും ശാന്തിഗിരി ആശ്രമവും ചരിത്ര പ്രാധാന്യമുള്ള പറമ്പിൽ പള്ളിയും ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് സാർ എലത്തൂര്. അവിടെ ഇന്നും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് സാർ. ഇത്രയധികം ജലാശയം ഉണ്ടായിട്ടും കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു ജനതയാണ് പല മേഖലകളിലായിട്ട് എലത്തൂർ നിയോജക മണ്ഡലത്തിലുള്ളത് എന്നുകൂടെ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് സാർ. എന്റെ മണ്ഡലത്തിലെ തുരുത്തിക്കടവ് പ്രദേശത്തെ വിദ്യാർത്ഥികൾ ഈ മഴക്കാലത്തും തോണിയെ ആശ്രയിച്ചാണ് സാർ സ്കൂളിൽ പോകുന്നത്. തലക്കുളത്തൂർ എലത്തൂർ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന 50 മീറ്റർ പാലം നിർമ്മിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ അവിടെയുള്ളൂ സാർ. ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജോ താലൂക്ക് ആശുപത്രിയോ ഇല്ലാത്ത നിയോജക മണ്ഡലമാണ് സാർ എന്റേത്. ഇതെല്ലാം അനുഭാവപൂർണ്ണം പരിഗണിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ എലത്തൂരിലേക്ക് കൊണ്ടുവരാൻ അങ്ങയുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നുകൂടെ ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പുതുയുഗത്തിലേക്ക് നയിക്കാൻ ഉതകും വിധം എല്ലാ മേഖലകളെയും പരിഗണിച്ചു പുതിയ നികുതി ഭാരങ്ങൾ ഒന്നും തന്നെ അടിച്ചേൽപ്പിക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ ജനകീയ ബജറ്റിനെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.